നമസ്കാരം. ഒരു ഭരണകൂട ഭീകരതയുടെ ഇര അത് അരവിന്ദ് കെജ്രിവാൾ ആണെങ്കിലും രാഹുൽ മാക്കൂട്ടമാണെങ്കിലും അതാണ് ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ടൊന്ന് വരാനായിട്ടുള്ള കാരണം. നമുക്ക് അറിയാം, ദില്ലിയെ പിടിച്ചു കുലുക്കിയ ഒരു സംഭവമാണ് AAPയുടെ ഭരണത്തെ ഇല്ലാതാക്കിയതും അതുപോലെ തന്നെ AAPയുടെ ദില്ലി മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാൾ, അതുപോലെ തന്നെ അവിടെ ദില്ലിയുടെ ഉപമുഖ്യമന്ത്രി ആയിരുന്ന ആ കാലഘട്ടത്തിലെ ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദി, അദ്ദേഹം 2 വർഷക്കാലത്തിലധികമാണ് ജയിലിൽ കിടന്നത്. ഇന്നിപ്പോൾ കോടതി എല്ലാ പ്രതികളെയും കുറ്റവിമുക്തരാക്കിയിരിക്കുന്നു. അതായത് തെളിവിൻ്റെ യാതൊരു കണിക പോലും ഇല്ലാതെ അന്നത്തെ ആ ദില്ലി ഭരണകൂടത്തെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ നടത്തിയ CBIയെ കൊണ്ട് നടത്തിയിരിക്കുന്ന ഒരു വൻ ഗൂഢാലോചന അതിന്നിപ്പോൾ കോടതി പൊളിച്ച് കൈ കൊടുത്തിരിക്കുകയാണ്. തെളിവിൻ്റെ യാതൊരു കണിക പോലും ഇല്ലാതെ മേലിൽ ഇത്തരം കേസുകൾ അന്വേഷിച്ച് കോടതികളിൽ കുറ്റപത്രങ്ങൾ ആയിട്ട് വരരുത് എന്ന് CBIയോട് വളരെ കർശനമായിട്ട് ദില്ലി കോടതി വിധിച്ചിരിക്കുകയാണ്. അതായത് മദ്യനയ കേസിനകത്ത് നമുക്കറിയാം, കൂടുതൽ ഭയങ്കരമായിട്ട് കോളിളക്കം സൃഷ്ടിച്ച ഒരു സംഭവമാണ് അരവിന്ദ് കെജ്രിവാൾ മദ്യ അഴിമതി സാമ്പത്തിക കോഴ കൈപ്പറ്റി എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ദില്ലി മുഖ്യമന്ത്രിയായിരുന്ന AAPയുടെ മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാളിനെ CBI അറസ്റ്റ് ചെയ്ത് 6 മാസക്കാലമാണ് ജയിലിലിട്ടത്. ഒന്ന് ആലോചിച്ചുകൊണ്ട് 6 മാസക്കാലം. അതിനു മുമ്പ് തന്നെ ദില്ലി ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹം 2.5 വർഷക്കാലത്തോളം ജയിലിൽ കിടന്നു. അതായത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു വിഷയത്തോടു കൂടി AAPയുടെ രാഷ്ട്രീയ അടിത്തറ തകർക്കുക എന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യം അത് കേന്ദ്ര സർക്കാരിനുണ്ടായിരുന്നു. അത് അവർ പ്രാവർത്തികമായിട്ട് നടപ്പാക്കി. അതിൻ്റെ ഫലമായിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ AAPക്ക് അടിപതറി. അവിടെ ഇപ്പോൾ BJP അധികാരത്തിൽ വന്നു. BJPയാണ് ഇന്നിപ്പോൾ ദില്ലി ഭരിക്കുന്നത്, ദില്ലി സംസ്ഥാനം ഭരിക്കുന്നത്. അതോടൊപ്പം തന്നെ AAPക്ക് ശക്തമായ അടിത്തറ ഉണ്ടായിരുന്നു. പഞ്ചാബിൽ പോലും കൂടെ കഴിഞ്ഞ പ്രാവശ്യത്തെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ AAPക്ക് അടിപതറി. AAPക്ക് അവിടെ സീറ്റുകളുടെ എണ്ണം കുറഞ്ഞു, അതുപോലെ വോട്ടിൻ്റെ എണ്ണവും കുറഞ്ഞു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു കാരണവുമില്ലാതെ ഒരു കേസ് ഉണ്ടാക്കുക, അതായത് യാതൊരുവിധ തെളിവുകളോ ഇതൊന്നുമില്ലാതെ കേന്ദ്ര ഏജൻസിയെ കൊണ്ട് ഒരു കേസ് ഉണ്ടാക്കിക്കുക, ആ കേസ് ചാർജ് ഷീറ്റ് കൊടുക്കുക, അതോടൊപ്പം തന്നെ അറസ്റ്റ് ചെയ്യിക്കുക, അതിനകത്ത് പറയുന്ന പ്രതികളെ ഒരു ആരോപണം, ഒരു നിഴൽ ആരോപണം, ആ നിഴൽ ആരോപണത്തിൻ്റെ പേരിൽ കേസുണ്ടാക്കുക. ആ കേസ് എന്നിട്ട് കോടതിക്ക് ട്രയലിനൊക്കെ ഇടയ്ക്ക് പല പ്രാവശ്യം പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ ശക്തമായ തെളിവുണ്ട് എന്ന് പറയുന്നതല്ലാതെ ഇതുവരെ എന്തുകൊണ്ട് തെളിവ് ഹാജരാക്കാൻ സാധിക്കുന്നില്ല എന്ന് കോടതി പല പ്രാവശ്യം പറഞ്ഞിരുന്നു. എന്താണെങ്കിലും ഇപ്പോൾ കോടതി ഈ 23 പ്രതികളെയും വെറുതെ വിട്ടിരിക്കുന്നു, കുറ്റവിമുക്തരാക്കിയിരിക്കുന്നു. അതിനേക്കാൾ എല്ലാം ഉപരി ഇതിനകത്ത് ഈ ആരോപിക്കപ്പെട്ട കാര്യങ്ങൾക്ക് കണിക പോലും തെളിവില്ല എന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ്. CBIയോടാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, കേന്ദ്ര ഏജൻസിയാണ് CBI എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അത് കേന്ദ്ര സർക്കാർ എങ്ങനെ, അതാണ് ഒരു ഭരണകൂട ഭീകരതയുടെ യഥാർത്ഥ മുഖം എന്ന് പറയുന്നത്. ഇത് തന്നെയല്ല കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, രാഹുൽ മാക്കൂട്ടത്തിനെതിരെ വന്നിരിക്കുന്ന കേസുകൾ ഇതുപോലെ തന്നെയാണ്. കേരളത്തിലെ ഭരണകൂട ഭീകരതയുടെ ഒരു ഇരയാണ് രാഹുൽ മാക്കൂട്ടം. അതായത് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്തൊരു കേസ്. അതായത് രാഹുൽ മാക്കൂട്ടം MLA ആകുന്നതിന് മുമ്പോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാകുന്നതിന് മുമ്പോ ഒക്കെ ഉള്ള ഏതെങ്കിലും ചെറിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്ത്രീ പുരുഷ സൗഹൃദപരമായിട്ട് നടന്നിരിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങൾ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്ന് ബലാത്സംഗ പീഡന പരാതിയായിട്ട് കോടതിയിൽ കൊണ്ടുവന്ന് കോടതി അതെല്ലാം വിചാരണ പോലെ തന്നെ ജാമ്യ കേസിനകത്ത് വളരെ ക്ലിയറായിട്ട് വിസ്തരിച്ച് കോടതി തന്നെ അസന്നിഗ്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞു, ഇതിനകത്ത് നിങ്ങൾ ഈ പറയപ്പെട്ട യാതൊരുവിധ ആരോപണങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ടുള്ള യാതൊരുവിധ കണ്ടന്റുകൾ ഇല്ല എന്ന് കോടതി പറഞ്ഞു കഴിഞ്ഞു. അല്ലേ? ഇത് തന്നെയല്ലേ സംഭവിക്കുന്നത്. ഇപ്പം നമുക്കറിയാം, കഴിഞ്ഞ ദിവസം വീണാഭിനയം മോഹൻലാലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിലെ ഏറ്റവും വലിയൊരു മഹാനടൻ എന്നറിയപ്പെടുന്ന പത്തനംതിട്ട ജില്ലയിലെ ഒരു നടൻ. ആ പത്തനംതിട്ട എന്ന ഒരു മഹാനടി കൂടി വേണമെന്ന വീണ ജോർജിൻ്റെ ഒരു മോഹം പൂവണിഞ്ഞത് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. അതായത് ഒരു 2-3 യൂത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ KSUക്കാർ കരിക്കൊടിയായിട്ട് വന്നു. ആ കരിക്കൊടിയുടെ ഒരു നിഴൽ പോലും വീണ ജോർജിൻ്റെ പരിസരത്തേക്ക് വരുന്നതിന് മുമ്പ് വീണ ജോർജിൻ്റെ പെടലി ഒടിഞ്ഞു. വീണ ജോർജ് ICUവിലായി. ഇവിടുത്തെ ഭരണകൂട ഭീകരത എന്ന് പറയാവുന്ന രീതിയിൽ ഇവിടുത്തെ ഭരണതലപ്പത്തുള്ള എല്ലാവരും, അതായത് സഭാനാഥനും സഭാ നേതാവും, അതായത് സ്പീക്കറും മുഖ്യമന്ത്രിയും, അതുപോലെ തന്നെ മറ്റ് പല മന്ത്രിമാരും, ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി, മറ്റ് എല്ലാ യുവജന നേതാക്കന്മാരും അതിശക്തമായിട്ട് ഭയങ്കരമായിട്ട്
എന്താ പറയുക, ഒരു കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന രീതിയിലേക്കുള്ള പ്രസ്താവനകളായിട്ട് ഇറങ്ങി ഇവിടെ കേരളത്തിൻ്റെ വടക്ക് തെക്കേ അറ്റം മുതൽ മൊത്തം ഈ പിണറായി സ്റ്റുകളുടെ അഴിഞ്ഞാട്ടമായിരുന്നു കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട് നടന്നുകൊണ്ടിരുന്നത്. ഇത് നമ്മളിവിടെ മലയാളികളും ഈ ലോകത്തുള്ള സകല മലയാളികളും മനുഷ്യരും കണ്ട ഒരു കാര്യമല്ലേ. അതായത് ഒരു നിഴൽ പോലും ഇല്ലാത്ത ഒരു കേസിൻ്റെ പേരിൽ ഇത്രയും അക്രമങ്ങൾ ഉണ്ടാക്കാമെങ്കിൽ പിന്നെ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഈ അരവിന്ദ് കേജ്രിവാളിനെ അതുപോലെ AAP പാർട്ടി, നമ്മളിപ്പോൾ രാഷ്ട്രീയം പറയില്ല, ഈ AAP ആണെങ്കിലും ശരി, CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും ഈ രീതിയിലൊക്കെ ഒരു മനുഷ്യനെ ഇങ്ങനെ ഇല്ലായ്മ ചെയ്യാൻ കൊള്ളാവോ? ശരിക്കും പറഞ്ഞാൽ അവർക്ക് രാഷ്ട്രീയ വൈരാഗ്യവും ഉണ്ട്. അതുപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ട് ഇയാളെ തോൽപ്പിക്കാൻ സാധിക്കില്ല എന്നതുകൊണ്ട് തന്നെ ആ CBIയെ കൊണ്ട് ഇതുപോലുള്ളൊരു കള്ളക്കേസ് ഉണ്ടാക്കി. അതായത് അഴിമതി മദ്യ നയത്തിനകത്ത് കോഴ വാങ്ങി എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരോപണം. ഈ ആരോപണത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല. കോടതി ഇപ്പോൾ ഇത്രയും കാലം കൊണ്ട് നടന്ന ട്രയലിനൊടുവിൽ കോടതി കണ്ടെത്തിയിരിക്കുന്നു, നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ഇതിന് കണിക പോലും തെളിവില്ല എന്ന് പറഞ്ഞു. കണിക പോലും, അത്രയും വ്യക്തമായിട്ടാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ CBIയോട് പറയുകയും ചെയ്തു, ഇത്തരം കേസുകളുമായിട്ട് മേലിൽ കോടതികളിൽ കയറി ഇറങ്ങിയേക്കരുതെന്ന് വരെയും പറഞ്ഞു. ആ രീതിക്ക് വരെ, അതായത് ശരിക്കും പറഞ്ഞാൽ ചുട്ട അടി കൊടുക്കുന്നതിന് തുല്യമായിട്ടാണ് CBIക്കിട്ട് കോടതി ഇത് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ കേന്ദ്ര സർക്കാരിനോടെ പറഞ്ഞിരിക്കാം, ഞങ്ങൾ ഇതിന് മുകളിലുള്ള കോടതിയിലേക്ക് പോകുന്നു, അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകാം. സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഇവിടെ ട്രയൽ കോടതിയിൽ ലാണ് ഏറ്റവും കൂടുതൽ ഇതിനെപ്പറ്റിയുള്ള വിശദമായിട്ടുള്ള കാര്യകാരണങ്ങൾ നടക്കുന്നത്. അത് കൃത്യമായിട്ട് ഇവിടെ വർഷങ്ങൾ കൊണ്ട് അത് നടന്നു കഴിഞ്ഞു. അതായത് ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു സംസ്ഥാനം ഭരിക്കുന്ന ഒരു സർക്കാരിനെയാണ് ഈ രീതിയിൽ ഉന്മൂലനം ചെയ്തിരിക്കുന്നത്. അതായത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെ ഒരു കാരണവുമില്ലാതെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടു. 6 മാസക്കാലമാണ് അദ്ദേഹം അകത്ത് കിടന്നത്. അതുപോലെ തന്നെ ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദി 2.5 വർഷക്കാലമാണ് അകത്ത് കിടന്നത്. 23ഓളം AAPക്കാരും അതുപോലെ തന്നെ ആ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടവരെയാണ് ഇതിനകത്ത് പ്രതികളാക്കിയിരുന്നത്. അവരെ എല്ലാവരെയും പുറത്തു വിട്ടു, കുറ്റമുക്തരാക്കി. ആദ്യമായിട്ടാണ് അരവിന്ദ് കേജ്രിവാൾ കരഞ്ഞു കാണുന്നത് ശരിക്കും പറഞ്ഞാൽ. അതായത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു വികാരം അതാണ്, അല്ലാതെ കൃത്രിമ കരച്ചിലല്ല. വീണ ജോർജിൻ്റെ പോലുള്ള കരച്ചിലോ അങ്ങനെയൊന്നുമല്ല. എന്തായാലും വീണ ജോർജിൻ്റെ അഭിനയത്തിൻ്റെ കാര്യത്തിനകത്ത് ഇവിടെ കേരളത്തിൽ കഴിഞ്ഞ ദിവസം നടമാടിയതും അതുപോലെ തന്നെ ഇവിടുത്തെ DYFIയുടെ ഒരു ഡോക്ടറേറ്റ്, ഒരു വ്യാജ ഡോക്ടറേറ്റൊക്കെ ഉണ്ടെന്ന് പറയുന്ന ഒരു ചിന്ത ജെറോമിൻ്റെ നേതൃത്വത്തിൽ നടന്ന കൊല്ലത്ത് നടന്ന ഒരു പ്രതിഷേധ പ്രകടനത്തിൽ പറഞ്ഞിരുന്ന മുദ്രാവാക്യമൊക്കെ കേട്ട് കഴിഞ്ഞാണല്ലോ. അതായത് അച്ഛനില്ല നേരത്ത്, അല്ലേ, അമ്മയില്ല നേരത്തല്ല, അച്ഛനില്ല നേരത്ത് അമ്മയ്ക്കുണ്ടായ ഡാഷുകളെന്നാണ് പറഞ്ഞത്. ആ ഡാഷുകൾ എന്ന് പറഞ്ഞാൽ വാചകം എനിക്കിവിടെ ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇതൊക്കെയാണ് ഡോക്ടറേറ്റുകാരികളുടെ വായിൽ നിന്നും വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കും. ഒരു പേരിനൊരു കേസെടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കറിയാം DYFIക്കാർക്കെതിരെ അല്ലെ CPMകാർക്കെതിരെ എടുക്കുന്ന കേസുകളിലേക്ക് അവസ്ഥ എന്തുമാത്രം ഉണ്ടെന്നുള്ളത് നമുക്കറിയാമല്ലോ. ഈ ചിന്താ ജെറോം അവിടെ ഒരു 2.5 വർഷക്കാലം 1.5 വർഷക്കാലം മറ്റേ റിസോർട്ടിൽ നിസാര വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്ന കഥകളെല്ലാം ഇവിടെ പൊതുസമൂഹത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് താമസിക്കാം. റിസോർട്ടുകാർ അവർക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ആണെങ്കിൽ. ഇവരൊക്കെയാണ് നാടിനെ നന്നാക്കാൻ സ്ത്രീ സുരക്ഷ, സ്ത്രീ സംരക്ഷണം, സ്ത്രീ സൗഹാർദ്ദമൊക്കെ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നത്. ഇവരുടെയൊക്കെ സ്ത്രീ സ്നേഹം എത്രമാത്രം ഉണ്ടെന്നുള്ളത് ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്നതിൻ്റെ വ്യക്തമായ ഒരു തെളിവ് കൂടിയാണ്. അച്ഛനില്ല നേരത്ത് അമ്മയ്ക്കുണ്ടായ ഡാഷുകളെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഡാഷുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പൂരിപ്പിച്ചാൽ മതി. അത്ര വൃത്തികെട്ട രീതിയിൽ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു. ഇതിനെല്ലാം ആഹ്വാനം ചെയ്തതാരാണ്? ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഭരണകൂട ഭീകരത. ഇത് തന്നെയാണ് നിങ്ങൾക്കിപ്പം വിഷയം എന്താണ്? രാഹുൽ മാക്കൂട്ടത്തിൻ്റെ വിഷയത്തിനകത്ത് ഇത് തന്നെയല്ല സംഭവിച്ചത്. രാഹുൽ മാക്കൂട്ടത്തിനെതിരെ ഒരു നിഴൽ പരാതി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ മനുഷ്യനെ ഏതെല്ലാം രീതിയിലേക്ക് നിങ്ങൾ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഇപ്പോഴും നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ആ മനുഷ്യനെ ഒതുക്കാനായിട്ട് നിങ്ങൾക്ക് ചിലർ ഒത്താശ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ഗുണമുണ്ട്. AAPയിൽ പിന്നെ അങ്ങനെ ഇല്ലായിരുന്നു. ആ സാഹചര്യത്തിലുള്ളവരൊക്കെ BJPയിലേക്ക് ചേക്കേറി. അതുകൊണ്ട് അത് ഒരു പരിധിവരെ അരവിന്ദ് കേജ്രിവാളിട്ട് കൊടുക്കാവുന്ന ഒരു കെണിയായിട്ട് അവർ കണ്ടു. അതുകൊണ്ട് തന്നെ അത് BJP സർക്കാരിന്, പ്രത്യേകിച്ച് നരേന്ദ്രമോദി സർക്കാരിന് അത് വലിയൊരു ഗുണം ചെയ്തു. അതുകൊണ്ട് തന്നെ അവർക്ക് ദില്ലി ഭരണം പോലും കൂടെ തിരിച്ചു പിടിക്കാൻ പറ്റി, അല്ലേ? ഒരു ഇല്ലാത്ത ഒരു ആരോപണത്തിൻ്റെ പേരിൽ ആ ഭരണകൂടത്തെ, ഒരു തദ്ദേശ ഭരണകൂടത്തെ അറസ്റ്റ് ചെയ്ത് കേസാക്കി ഒതുക്കി ജയിലിലാക്കി കഴിയുമ്പോൾ ആ ഒരു ആരോപണം പ്രചരിപ്പിച്ച് രാഷ്ട്രീയം നടത്തി ഭരണം അട്ടിമറിക്കുക. അതാണ് അവിടെ നടന്നത്.
ഇത് തന്നെയാണല്ലേ ഇപ്പോൾ ഇവിടെ രാഹുൽ മാക്കുട്ടത്തിനെതിരെ നടക്കുന്നത്. അല്ലെന്നും പറയാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കുക. അതിൻ്റെ വ്യക്തമായ ഉദാഹരണമല്ലേ വീണ ജോർജിൻ്റെ വീണാഭിനയം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. ഈ ശരിക്കും രാഷ്ട്രീയ തിമിരം ബാധിക്കാത്ത ഒരൊറ്റ വ്യക്തികൾക്ക് മലയാളികൾക്ക് ലോകത്തുള്ള മലയാളികൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ആ വീണയുടെ എതിരെ വന്നിരിക്കുന്ന ആ കരിങ്കൊടി കാണിച്ചുകൊണ്ട് വന്നവർ ആരെങ്കിലും ഒരു കരിങ്കൊടിയുടെ ഒരു കാറ്റ് പോലും അവരുടെ ദേഹത്തേക്ക് വീശിയെന്ന് ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റുമോ? അതായത് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരോപിക്കുന്നതിൻ്റെ ഒരു കടുക് മണിയോളം ഉള്ളതിൻ്റെ ഒരു തെളിവോ അല്ലെങ്കിൽ അതിന് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യങ്ങളോ ഇല്ല എങ്കിൽ പോലും കൂടെ ഇങ്ങനെ ആക്രോശിച്ച് തെരുവിൽ കടന്നുകൊണ്ട് തെരുവ് പട്ടികൾ കാണിക്കുന്നതിനേക്കാളും ആഭാസകരമായിട്ടുള്ള പ്രകടനങ്ങളും പ്രശ്നങ്ങളും നടത്തുക, എന്നിട്ട് അതിൽ അതേ ജീവികൾക്ക് സമാനമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ഈ എതിർകക്ഷികൾക്കെതിരെ ആരോപിക്കുക കൂടെ ചെയ്യുക, വിളിച്ച് പറയുക കൂടെ ചെയ്യുക. അതുകൊണ്ടാണ് പറഞ്ഞിരുന്നത് അച്ഛനില്ല നേരത്ത് അമ്മയ്ക്കുണ്ടായ ഡാഷുകളെ എന്ന് പറഞ്ഞുകൊണ്ട് ചിന്താ ജെറോമിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ വിളിച്ച് കൂവിക്കൊണ്ട് നടന്നത്. ഈ ചിന്താ ജെറോമൊക്കെയാണ് സ്ത്രീ സംരക്ഷക, സ്ത്രീ സുരക്ഷ, സ്ത്രീ സൗഹൃദം, സ്ത്രീകൾക്ക് വേണ്ടി നിലപാടെടുക്കുന്നു, സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്നു എന്നൊക്കെ വീമ്പിളക്കി നടക്കുന്നത്. എത്ര അപഹാസ്യമാണ് ഇതൊക്കെ. ഇനിയിപ്പോൾ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ എല്ലാ കേസുകളും ഫ്ലോപ്പായി എല്ലാം ഇല്ലാണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞിട്ടും ഇപ്പോൾ അറസ്റ്റ് ചെയ്യും, അല്ലെ ജാമ്യം റദ്ദാക്കും, അത് ചെയ്യും ഇത് ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രഘോഷിച്ചുകൊണ്ടിരിക്കുക. കാരണം സമൂഹത്തിൽ ഇത്തരം ഒരു മൃഗീയമായിട്ട് ഒരു മനുഷ്യനെ തേജോവധം ചെയ്യാൻ എന്തെല്ലാം ചെയ്യാവോ അത് ചെയ്യുക. സന്ദേശം സിനിമയിൽ ശങ്കരാടി പറയുന്നത് പോലെ ഇത് നമ്മളങ്ങോട്ട് ഇട്ട് കൊടുക്കുക, പിന്നെ ബാക്കിയുള്ളത് ജനം കൈകാര്യം ചെയ്തോളും എന്ന് പറയുന്ന മാതിരി തന്നെ കുറേ പിണറായിസ്റ്റുകളുണ്ട്. ഇതിനു വേണ്ടിയിട്ട് എന്ത് കേട്ട് കഴിഞ്ഞാലും ആക്രോശിച്ച് കിടന്നുകൊണ്ട് ഈ സമൂഹത്തെ മൊത്തം കിടന്നുകൊണ്ട് താറടിച്ച് ഇല്ലാണ്ടാക്കി അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാനായിട്ട്. അത് തന്നെയല്ലേ കഴിഞ്ഞ 2 ദിവസം ഈ വീണ അഭിനയത്തിലൂടെ കണ്ടത്. അപ്പോൾ പിന്നെ രാഹുൽ മാക്കൂട്ടത്തിനെതിരെ പിന്നെ നടത്തിയില്ലെങ്കിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ലല്ലോ. ഈ എത്ര അപഹാസ്യമാണ്. എന്താണെങ്കിലും ശരി, ജനങ്ങളെ വിലയിരുത്തുക. ഇതാണ് ഭരണകൂട ഭീകരതയുടെ യഥാർത്ഥ മുഖങ്ങൾ. അതിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭരണകൂട ഭീകരതയുടെ യഥാർത്ഥ മുഖമാണ് അവിടെ സംഭവിച്ച അരവിന്ദ് കെജ്രിവാളും അതുപോലെ AAP ഭരണകൂടത്തെ ഇല്ലാതാക്കാൻ സാധിച്ചത്. അത് തന്നെയാണ് കേരള ഭരണകൂട ഭീകരതയുടെ ഇരയായ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ മേൽ നടക്കുന്നത്. പൊതുസമൂഹം വിലയിരുത്തുക. നന്ദി.